ഏറെ കോളിളക്കം സൃഷ്ടിച്ച അധ്യാപകന്റെ കൈവെട്ടിയ സംഭവം നടന്നിട്ട് 13 വർഷം പിന്നിടുന്നു. ആ കേസിൽ 19 പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചതാണ്. എന്നാൽ പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടി മാറ്റിയ ഒന്നാം പ്രതി സവാദിനായി ഇരുട്ടിൽ തപ്പുകയായിരുന്നു ഇക്കാലയളവിൽ NIA. ഇയാൾക്കു വേണ്ടി സംസ്ഥാനത്തകത്തും പുറത്തും വിദേശത്തുമടക്കം അന്വേഷണ സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. ഒടുവിൽ 13 വർഷത്തിന് ശേഷം കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് പ്രതി പിടിയിലായിരിക്കുന്നു. ഷാജഹാൻ എന്ന പേരിലാണ് സവാദ് കഴിഞ്ഞ 1 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ജൂലൈ 4 കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം നടന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി.ജെ. ജോസഫ് തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ പ്രവാചക നിന്ദയുണ്ടെന്നാരോപിച്ചായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ക്രൂരത. ടി.ജെ. ജോസഫിന്റെ വീടിന് സമീപത്തുള്ള നിർമ്മലമാതാ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് അദ്ദേഹവും കുടുംബവും കാറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അക്രമികൾ വാനിലെത്തി അവരുടെ വാഹനം തടഞ്ഞു നിർത്തിയത്. കാർ തടഞ്ഞ 7-അംഗ സംഘം ആദ്യം പ്രദേശത്ത് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം ജോസഫിനെ കാറിൽ നിന്നും വലിച്ചിറക്കുകയും അദ്ദേഹത്തിന്റെ കൈകളിലും കാലുകളിലും ആയുധങ്ങൾ കൊണ്ട് വെട്ടുകയും ചെയ്തു. ജോസഫിന്റെ വലത് കൈപ്പത്തി സവാദ് വെട്ടി വലിച്ചെറിഞ്ഞു. ജൂലൈ 4 തന്നെ പ്രതികൾ സഞ്ചരിച്ച വാഹനം പെരുമ്പാവൂരിനടുത്ത് വട്ടക്കാട്ട് നിന്നും പോലീസ് കണ്ടെത്തി. സംഭവത്തിലെ പ്രധാന പ്രതികളിലൊരാളായ ജാഫറിനെ അന്നേ ദിവസം തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സംഭവത്തിന് പിറകെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴു അടക്കമുള്ള ആയുധവുമായി സവാദ് ഒളിവിൽ പോകുകയായിരുന്നു. 13 വർഷമായി ഒളിവിലായിരുന്ന സവാദിനെ കണ്ണൂർ മട്ടന്നൂരിൽ നിന്നാണ് പിടികൂടിയത്. 13 വർഷത്തിന് ശേഷം പ്രതിയെ പിടികൂടിയതിൽ പൌരനെന്ന നിലയിൽ അഭിമാനമെന്ന് ടി.ജെ. ജോസഫ്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ മാത്രമാണ് പിടിയിലായത്. തന്നെ ആക്രമിക്കാൻ നിർദ്ദേശിച്ചവരിലേക്ക് എത്താൻ നിയമ സംവിധാനത്തിനാകില്ലെന്നും ടി.ജെ. ജോസഫ് പറഞ്ഞു. എന്റെ കൈവെട്ടാനോ എന്നെ ആക്രമിച്ച് കൊല്ലാനോ ഒക്കെ തീരുമാനമെടുത്ത ഒരു ബുദ്ധി, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, ഇവരുടെയൊക്കെ യജമാനന്മാർ ഒരിക്കലും ഈ കേസിന്റെ മുന്നിലേക്ക് വരുന്നില്ല. അങ്ങോട്ടേക്കൊന്നും കേസിന്റെ അന്വേഷണം എത്തിയിട്ടില്ല. അങ്ങനെ എത്താൻ മാത്രം നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനമോ ജനാധിപത്യ രീതികളോ വളർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴും മതങ്ങൾക്കും അതുപോലെ തന്നെ മതശക്തികൾക്കുമൊക്കെ സ്വാധീനമുള്ള ഒരു നിയമ സംവിധാനങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നത്. എങ്കിലും ഒരു പൗരന്ന നിലയിൽ ഇവിടെ കുറെയെങ്കിലും നീതി നടപ്പാകുന്നു അല്ലെങ്കിൽ നിയമം നടപ്പാകുന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഈ കേസിന്റെ യഥാർത്ഥ പ്രതികൾ, ശരിയായിട്ടുള്ള കൾപ്രിറ്റുകൾ ഈ കേസിന്റെ മുഖ്യധാരയിൽ വരാതെ എന്നോ ഒളിവിലിരിക്കുകയാണ്. സവാദ് രക്ഷപ്പെട്ടത് സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. സംഭവത്തിന് പിന്നാലെ കൃത്യമായ ആസൂത്രണം പ്രതികൾ നടത്തിയെങ്കിലും ചില പ്രതികൾ പിടിയിലായത് വഴിത്തിരിവായിരുന്നു. സവാദ് കേസിൽ മറ്റൊരു പ്രതിയായ നാസറിനൊപ്പമാണ് ഒളിവിൽ പോയത്. നാസർ വർഷങ്ങൾക്ക് മുൻപ് കീഴടങ്ങുകയായിരുന്നു. കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കും അവിടെ നിന്ന് നേപ്പാളിലേക്കും പിന്നീട് ഖത്തറിലേക്കും പോയെന്ന വിവരം ലഭിച്ചുവെങ്കിലും സവാദിനെ കണ്ടെത്താനായില്ല. പിന്നീട് കേരളത്തിലെത്തി ഒളിവിൽ കഴിഞ്ഞിരിക്കാമെന്നാണ് സൂചന. സവാദ് എങ്ങനെയാണ് കണ്ണൂരിലെത്തിയതെന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. നേപ്പാളിലും പാകിസ്ഥാനിലും ദുബായിലും ഉൾപ്പെടെ അന്വേഷണം നടത്തിയെങ്കിലും സവാദിനെ പിടികൂടിയിരുന്നില്ല. 2011 കേസ് NIA ഏറ്റെടുക്കുന്നത്. എന്നാൽ ഒന്നാം പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത് ദേശീയ അന്വേഷണ ഏജൻസിക്ക് തിരിച്ചടിയായിരുന്നു. വിവിധ ഘട്ടങ്ങളിലായി സവാദിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ ഇനാം 10 ലക്ഷമാക്കി ഉയർത്തി തെരച്ചിൽ ഊർജിതമാക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്. കേസിൽ 31 പ്രതികളെ ഉൾപ്പെടുത്തി 2015 NIA ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത്. തുടർന്ന് 2015 മെയ് 8 ഇതിൽ 18 പേരെ കോടതി വെറുതെ വിടുകയും 13 പേരെ ശിക്ഷിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ 2ാം ഘട്ട വിചാരണ പൂർത്തിയാക്കി 6 പേരെ ശിക്ഷിക്കുകയും 5 പേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി.